dear friends, welcome to English in Minutes. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ചാപ്റ്റർ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് RH വുഡിന്റെ ഒരു നാടകമാണ്. സംഭവം ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ഞാൻ ഈ വീഡിയോയിലകത്ത് മാക്സിമം ഷോർട്ട് ആക്കി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഒന്നും വിടാണ്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ കഥയിലേക്ക് പോകുവാണെങ്കിൽ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് RH വുഡ് എഴുതിയ പ്രശസ്തമായ ഒരു നാടകമാണ്. ക്രിസ്മസ് സമയത്ത് ഒരു ചെറിയ ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിലാണ് കഥ നടക്കുന്നത്. ക്രിസ്മസ് അടുത്തത് കൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിൽ വളരെ തിരക്കുണ്ട്. വ്യത്യസ്ത സ്വഭാവമുള്ള പല ആളുകളും പോസ്റ്റ് ഓഫീസിൽ എത്തുന്നുണ്ട്. അവരുടെ തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും ചേർന്ന് നാടകത്തിൽ ആസ്യം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് കോമഡി പോലെ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു പാഴ്സലിനെ ടൈം ബോംബായി തെറ്റിദ്ധരിക്കുന്നതാണ് കഥയുടെ കേന്ദ്രം. അപ്പൊ നമുക്കറിയാം ഇത് നടക്കുന്നത് മെയിൻ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ടൈമിലാണ് നടക്കുന്നത്. സ്ഥലം ഒരു പോസ്റ്റ് ഓഫീസിലാണ് നടക്കുന്നത്. അവിടെ പല ആൾക്കാരും പോസ്റ്റ് ഓഫീസിൽ അറിയാമല്ലോ തിരക്കായതുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പല കാര്യങ്ങളും നടക്കുന്നു. അവിടെ മെയിൻ ആയിട്ട് ഈ കഥയിലെ സംഭവം എന്താന്ന് വെച്ചാൽ ഒരു പാഴ്സലിനെ ടൈം ബോംബ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ടൈം ബോംബ് ആയിട്ട് തെറ്റിദ്ധരിച്ച് അങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ കഥയിലേക്ക് പോകുവാണെങ്കിൽ കഥ ഒരു ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിലാണ് നടക്കുന്നത്. ക്രിസ്മസ് അടുത്തതിനാൽ അവിടെ വലിയ തിരക്കാണ്. പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് ആളുകളെ വിചിത്രമായ സ്വഭാവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ചിലർ അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നു. ഓക്കെ, മിസ് സ്മിത്ത് സ്റ്റാമ്പും പോസ്റ്റൽ ഓർഡറും വാങ്ങാൻ വരുന്നു. അവൾ എല്ലായ്പ്പോഴും ക്രിസ്മസിന് മുമ്പേ കത്തുകളും സമ്മാനങ്ങളും അയക്കുന്നവളാണ്. മിസ് ജോൺസ് വലിയ പാഴ്സലുകളുമായി വരുന്നു. അവ കേടാകരുതെന്ന് അവൾ ആശങ്കപ്പെടുന്നു. അസിസ്റ്റന്റ് നേരത്തെ അയച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ നമുക്കിവിടെ രണ്ട് കഥാപാത്രങ്ങളെ കാണാം, മിസ് സ്മിത്തും അതുപോലെ തന്നെ മിസ് ജോൺസും. അപ്പം മിസ് സ്മിത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാമ്പും പോസ്റ്റൽ ഓർഡറും ഒക്കെ വാങ്ങാൻ വേണ്ടി വരുന്നതാണ്. എല്ലാ ക്രിസ്മസിനും മുമ്പ് ഇങ്ങനെ ഗിഫ്റ്റ് അയക്കുന്ന പരിപാടി പുള്ളിക്കാരിക്കുണ്ട്. അതുപോലെ തന്നെ മിസ് ജോൺസ് ഒരു ഒരു പാഴ്സൽ കൊടുക്കാൻ വേണ്ടി വരുന്നതാണ്. ആ പാഴ്സലുകൾ പെട്ടെന്ന് എത്തിയാൽ മതിയായിരുന്നു എന്ന് മിസ് ജോൺസ് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഒരു ചെവി കേൾവി കുറഞ്ഞ വയോധികൻ തന്റെ വൃദ്ധ പെൻഷൻ വാങ്ങാൻ വരുന്നു. ബുക്ക് എന്ന അസിസ്റ്റന്റ് പറഞ്ഞത് കുക്ക് എന്നവൻ തെറ്റായി കേൾക്കുന്നു. ഇതിലൂടെ ഒരു തമാശപരമായ തർക്കം ഉണ്ടാകുന്നു. അപ്പൊ അസിസ്റ്റന്റിന്റെ അടുത്ത് ഒരു വയോധികൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ വരികയാണ്, വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ വരികയാണ്. അയാള് പറയുന്നത് നമ്മുടെ ഈ അസിസ്റ്റന്റ് പറഞ്ഞു ബുക്ക് എന്ന്, പക്ഷെ ഇയാൾ കേട്ടത് കുക്ക് എന്നായിരുന്നു. അപ്പൊ അവിടെ ഒരു കോമഡി പോലെ നടക്കുന്നുണ്ട്. ഒരു വൃദ്ധയായ സ്ത്രീ പോസ്റ്റ് ഓഫീസിന് ഒരു മൃഗാശുപത്രിയാണെന്ന് തെറ്റിദ്ധരിച്ച് തന്റെ പൂച്ചയെ കുറിച്ച് ചോദിക്കാൻ വരുന്നു. പിന്നീട് മിസ് ഹിങ്കിൻസും അവളുടെ മകൻ ബെർഡിക്റ്റും എത്തുന്നു. ബെർഡിക്റ്റ് വളരെ കുസൃതിക്കാരനാണ്. അവൻ എഞ്ചിനും ഐസ്ക്രീമും ചോദിച്ച് അമ്മേനെ അലട്ടുന്നു. ഓക്കെ, അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല കഥാപാത്രങ്ങളുടെ എൻട്രി നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു വൃദ്ധനായ ആള്, പിന്നെ നമ്മൾ സ്മിത്തിന്റെ കാര്യവും ജോൺസന്റെ കാര്യവും പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ഈ പോസ്റ്റ് ഓഫീസിൽ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ വരുന്നുണ്ട്. അതൊരു മൃഗാശുപത്രിയാണ്, തന്റെ പൂച്ചയെ പറ്റി ചോദിക്കാനാണ് വരുന്നത്. അപ്പം അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഹിങ്കിൻസും അതുപോലെ തന്നെ തന്റെ മകൻ ബെർട്ടി. ഓക്കെ, ഹിങ്കിൻസും അവളുടെ മകൻ ബെർട്ടി ഇവിടെ വരുന്നുണ്ട്. അപ്പം ഈ കുട്ടി ഭയങ്കര കുസൃതിക്കാരനാണ്. അവൻ ഐസ്ക്രീം ഒക്കെ ചോദിച്ച് അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതിനിടയിൽ ഒരു വിദേശ ടൂറിസ്റ്റ് ഒരു വലിയ പാഴ്സൽ അയക്കാൻ വരുന്നു. അവൻ പാഴ്സൽ തുറക്കുമോ മോഷണം പോകുമോ എന്നൊക്കെ ചോദിച്ച് ആശങ്കപ്പെടുന്നു. അവന്റെ പെരുമാറ്റം മറ്റുള്ളവർക്കും സംശയം ഉണ്ടാക്കുന്നു. അപ്പൊ ഒരു ടൂറിസ്റ്റ് വരുന്നു, അവനൊരു പാഴ്സൽ അയക്കാനാണ് വരുന്നത്. ഇത് കളവ് പോകുമോ, ആരെങ്കിലും തുറന്നു നോക്കുമോ, ഒരു ഭയങ്കര സംശയപരമായ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവന്റെ ആ പെരുമാറ്റം കണ്ടപ്പോ എല്ലാവർക്കും നല്ല രീതിയിൽ സംശയം അടിക്കാനും തുടങ്ങി. പിന്നീട് ബെർട്ടി പാഴ്സലിൽ നിന്ന് ടിക് ടിക് ശബ്ദം കേൾക്കുന്നു. ഈ ബെർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാലോ മിസസ് ഇൻഗിൻസിന്റെ മകനാണ് ബെർട്ടി. അപ്പം ഈ ടിക് ടിക് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കുന്നു. പത്രത്തിൽ ബോംബ് വാർത്ത വായിച്ചതിനാൽ എല്ലാവരും ടൈം ബോംബാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എല്ലാവരും ഭയന്ന് ഒളിക്കുന്നു. പോലീസ് വരുന്ന പാഴ്സൽ വെള്ളത്തിലിട്ട് സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നു. അപ്പം പത്രത്തിൽ ആ സമയത്ത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ടൈം ബോംബിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം അതാണെന്ന് ഈ കുട്ടി വിചാരിക്കുന്നു ബെർട്ടി. അപ്പം സ്വാഭാവികമായിട്ട് അവൻ ഒച്ചയിട്ട് കാണും. അപ്പൊ ബാക്കി എല്ലാവരും പേടിക്കുന്നുണ്ട്. അങ്ങനെ പോലീസിനെ വിളിക്കുന്നുണ്ട്. പോലീസ് വന്നാൽ ആ സംഭവത്തെ ടൈം ബോംബാണെന്ന് വിചാരിച്ച വസ്തുവിനെ വെള്ളത്തിലിടുന്നുണ്ട്. അവസാനം വിദേശ ടൂറിസ്റ്റ് തിരികെ വരുന്നു. പാഴ്സലിനുള്ളിൽ ബോംബല്ല, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഘടികാരമാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അത് വെള്ളത്തിൽ നശിച്ചിരിക്കുന്നു. ടൂറിസ്റ്റ് കോപത്തോടെ പോകുന്നു. ഈ സംഭവങ്ങൾ മടുത്ത അസിസ്റ്റന്റ് ജോലി ഉപേക്ഷിച്ച് മൃഗാശുപത്രികൾ ജോലി ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നല്ല കോമഡിയാണ്. ഈ സംഭവം ടൈം ബോംബ് ആണെന്ന് വിചാരിച്ച് എല്ലാവരും പാനിക് ആവുന്നുണ്ട്. പോലീസിനെ വിളിക്കുന്നുണ്ട്. ഇത് ഭയങ്കര സുരക്ഷിതമായിട്ട് വെള്ളത്തിലിടുന്നുണ്ട്. വെള്ളത്തിലിട്ടതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ടൈമർ അല്ലെങ്കിൽ ക്ലോക്ക് ആണ്, ടൈം പീസ് ആണ് എന്നുള്ള ഒരു ഘടികാരമാണ് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ വിദേശി തിരിച്ചു വരുന്ന സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഘടികാരമാണ്.
നല്ല മീൻസ് അത്രയ്ക്കും ഫോറിൻ ആയിട്ടുള്ള ഒരു ക്ലോക്ക് ആയിരുന്നു. ഈ സാധനം നശിച്ചു പോയി. അപ്പൊ അതിൽ അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ നാടകമൊക്കെ കണ്ട് തലവേദനയായിട്ടായിരിക്കും ആ അസിസ്റ്റന്റ് ആ ജോലി മടുത്തിട്ട് മൃഗാശുപത്രിയിലാണ് ജോലി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആ നാടകം ഇതോടെ അവസാനിക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അസിസ്റ്റന്റിന്റെ കാര്യം എടുക്കാം. അസിസ്റ്റന്റ് സ്വഭാവ വീക്ഷണം എങ്ങനെയാന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയാണത് പുള്ളിക്കാരി. വിനീതയും ക്ഷമയുള്ളവളുമാണ്. എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആളുകളുടെ തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും കാരണം ജോലി ഉപേക്ഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്, എല്ലാവരെയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ മറ്റുള്ളവരുടെ പൊട്ടത്തരം കാരണം പുള്ളിക്കാരത്തി ജോലി ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ വരുന്നത് മിസസ് സ്മിത്ത് ആണ്. ക്രമശീലമുള്ള ഒരു സ്ത്രീയാണ്. ക്രിസ്മസിന് മുമ്പേ കത്തുകളും സമ്മാനങ്ങളൊക്കെ അയക്കുന്ന ആളാണ്. മുൻകരുതലുകളുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മിസസ് സ്മിത്ത്. അത് കഴിഞ്ഞ് മിസസ് ജോൺസ് എന്ന് പറയുന്ന ആള് വലിയ പാഴ്സലായിട്ട് വരുന്ന ഒരു സ്ത്രീയാണ്. അവ കേടാകുന്ന ആശങ്കപ്പെടുന്ന സ്ത്രീയാണ്. അതുപോലെ തന്നെ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള സ്വഭാവം ആ സ്ത്രീക്കുണ്ട്. അതിനുശേഷം നമ്മൾ പറയുന്നത് വൃദ്ധപെൻഷൻ വാങ്ങാൻ വേണ്ടി വന്ന വയോധികന്റെ കാര്യം പറയാം. കേൾവി കുറവാണ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ പറയുമ്പോൾ അയാൾ തെറ്റായിട്ടാണ് കേൾക്കുന്നത്. അത് കേൾക്കുന്നത് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ നാടകത്തിലെ ഒരു കോമഡി ഭാഗമായിട്ട് അത് മാറുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറയുന്നുണ്ട് ഒരു മൃഗാശുപത്രിയാണെന്ന് വിചാരിച്ച് ഈ നാടകത്തിൽ കയറി വരുന്ന ഒരു ഓൾഡ് ലേഡീനെ പറ്റി. അപ്പൊ ആ ഓൾഡ് ലേഡീനെ പറ്റി പറയുന്നത് ചെറിയ കാര്യങ്ങളിൽ അധികം ആശങ്കപ്പെടുന്ന ഒരു സ്വഭാവം സ്ത്രീക്കുണ്ട്. ഓക്കെ, ഇനിയിപ്പം പറയാനേ മിസ്സിസ് ഇങ്കിൻസ്. അപ്പം ആ മിസ്സിസ് ഇങ്കിൻസ് എന്ന് പറഞ്ഞ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. മകനോട് ശരിയായിട്ട് സംസാരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു അമ്മയാണ്. ശരിക്കും കുറച്ച് ശാസിക്കുന്ന, കുറച്ച് പണിഷ്മെന്റ് കൊടുക്കുന്ന സ്വഭാവമുള്ള ഒരു അമ്മയാണ്. ഇനി ബെർട്ടി എന്ന് പറയുന്നത് കുസൃതിക്കാരനും തമാശക്കാരനുമായ കുട്ടിയാണ്. മിസ്സിസ് ഇങ്കിൻസിന്റെ മോനാണ്. പാഴ്സലിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് ബെർട്ടിയാണ് ആദ്യമായിട്ട്. അതുകൊണ്ട് തന്നെ ബെർട്ടി ആണ് ഈ കഥയിലെ ശരിക്കും പറഞ്ഞ പ്രധാന ഹാസ്യകാരണം. ഓക്കെ, അതുപോലെ തന്നെ ഫാർമർ ബ്രൗൺ എന്ന് പറയുന്ന ആളാണ് ഈ ബോംബിന്റെ വാർത്ത പത്രത്തിൽ നിന്ന് വായിച്ചത്. അപ്പൊ ആദ്യം ഈ ടൈം ബോംബ് ആണെന്ന് സംശയിക്കുന്നത് ഫാർമർ ബ്രൗൺ ആണ്. ഇനി ഫോറിൻ ടൂറിസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിദേശത്ത് നിന്നുള്ള വ്യക്തിയാണ്. ഈ പാഴ്സൽ അദ്ദേഹത്തിന്റെയാണ്. അവസാനം നമ്മൾ തെറ്റിദ്ധരിച്ച ടൈം ബോംബ് ആണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ശരിക്കും അതൊരു ക്ലോക്ക് ആയിട്ട് മാറുന്നുണ്ട്. അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട് അവസാനം. ഇനി പോലീസ് മാനിനെ പറ്റി പറയുകയാണെങ്കിൽ സംഭവം അന്വേഷിക്കാൻ എത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് അയാൾ പ്രഡിക്ട് ചെയ്ത കാര്യം തെറ്റിപ്പോകുന്നു. ഓക്കെ, ഇനി ഈ നാടകത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പാനിക് ആയിട്ട് അല്ല ഭയപ്പെട്ട് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ നിൽക്കരുത്. കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുന്നത് നല്ലതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടകം മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരാളുടെ ചെറിയ അബദ്ധം പോലും വലിയ പ്രശ്നമായി മാറാമെന്ന നാടകം കാണിക്കുന്നു. അവസാനത്തിൽ ഘടികാരം നശിപ്പിക്കുകയും അസിസ്റ്റന്റ് ജോലി ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് മനുഷ്യരുടെ വിചിത്രമായ പെരുമാറ്റത്തെ പറ്റി സൂചിപ്പിക്കുന്നു.